ഇത് സംസ്ഥാനത്തെ ആശങ്കയിലാക്കിയിട്ട് KSEB ജീവനക്കാർ പണിമുടക്കിന് ഒരുങ്ങുകയാണ്. അതായത് നിയമനമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് തൊഴിലാളികളുടെയും ഓഫീസർമാരുടെയും സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സർക്കാരും മാനേജ്മെന്റും വേഗത്തിൽ ഇടപെട്ടില്ലെങ്കിൽ തുലാവർഷത്തിൽ ജനമിരുട്ടിലാവാനുള്ള സാധ്യതയേറെയാണ്. CPM-ന്റെയും വൈദ്യുതി മന്ത്രിയുടെയും ഇടപെടലിൽ ഒരു വട്ടം നിർത്തിവെച്ച സമരമാണ് സംയുക്ത സമരസമിതി പുനരാരംഭിച്ചത്. രാഷ്ട്രീയം മാറ്റി നിർത്തി CITU, INTUC, AITUC, ഓഫീസർമാരുടെ സംഘടനകൾ എന്നിവരെല്ലാം സമരത്തിന്റെ ഭാഗമാണ്. 9,000 ഒഴിവുകൾ ഉണ്ടായിട്ടും അത് നികത്താനുള്ള നടപടി വൈദ്യുതി വകുപ്പോ മാനേജ്മെന്റോ ചെയ്യുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. ഇതിൽ 70% ഫീൽഡിൽ പണിയെടുക്കാനുള്ള ലൈൻമാൻ, വർക്കർ, ഓവർസിയർ എന്നിവരുടെ ഒഴിവാണ്. സമരത്തിന് CITU നേതൃത്വം നൽകുന്നതിനാൽ മാനേജ്മെന്റിനെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്കാനാണ് തീരുമാനം. 10,000-കണക്കിന് പേരുടെ ഒഴിവ് കിടക്കുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് പോലും വൈദ്യുതി തടസ്സമില്ലാതെ ഈ സമരം നടക്കുമ്പോൾ നമ്മൾ വൈദ്യുതി കൊടുക്കുക. ഞങ്ങളിനിയിപ്പോൾ അടുത്ത ദിവസം NCCയുടെ കേരള ചാപ്റ്റർ ചേർന്ന് പണിമുടക്ക് നോട്ടീസ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. 2016-ലെയും 2021-ലെയും ശമ്പള പരിഷ്കരണത്തിന് അംഗീകാരം തരാതിരിക്കാൻ ഉന്നത പദവിയിലിരിക്കുന്ന ചിലർ ശ്രമിക്കുന്നതായും സമരസമിതി ആരോപിക്കുന്നുണ്ട്. പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് പണം അനുവദിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ആരോഗ്യ ചികിത്സാ പദ്ധതി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.